الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله فاللهم صل وسلم وبارك عليه وعلى آله وصحبه أجمعين أما بعد فأوصيكم عباد الله ونفسي بتقوى الله أعوذ بالله من الشيطان الرجيم إن عدة الشهور عند الله 12 شهرا في كتاب الله يوم خلق السماوات والأرض منها 4 حرم ذلك الدين القيم فلا تظلموا فيهن أنفسكم وقاتلوا المشركين كما يقاتلونكم كافة واعلموا أن الله مع المتقين. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, നമ്മൾ മുഹറം മാസത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ ഘട്ടത്തിൽ നമ്മൾ ആലോചിക്കുക, യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മാസത്തെ എത്രത്തോളം പവിത്രമാക്കിയിട്ടുണ്ട്. ഇന്ന ഇദ്ദത്തശ്ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർദ് മിൻഹാ 4 ഹുറും. 12 മാസങ്ങളാണ് പണ്ടേ നിശ്ചയിക്കപ്പെട്ടത്. ആ 12 മാസങ്ങളിൽ 4 മാസം പ്രത്യേകം ആദരിക്കപ്പെടുന്ന മാസങ്ങളാണ്. അതിൽ 3 മാസം തുടർച്ചയായി വരുന്നവയാണ്. ദുൽഖഅദ്, ദുൽഹിജ്ജ, മുഹറം, പിന്നെ റജബ്. ഇങ്ങനെ 4 മാസങ്ങളാണ്. എന്താണ് ഈ മാസങ്ങളുടെ പ്രത്യേകതയായി അള്ളാഹു പറഞ്ഞത്? ഫലാ തുദ്ലിമൂ ഫീഹിന്ന അൻഫുസകും. നിങ്ങൾ നിങ്ങളോട് ഒരു ദ്രോഹവും ആ മാസങ്ങളിൽ ചെയ്യരുത്. 12 മാസങ്ങളിലും നമ്മോട് വിരോധിക്കപ്പെട്ട കാര്യമാണ് ഹറാമുകൾ ചെയ്യാൻ പാടില്ല, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തതൊന്നും ചെയ്യരുത് എന്നുള്ളത് 12 മാസങ്ങളിലും നമ്മുടെ കടമയാണ്. പ്രത്യേകിച്ച് സൂക്ഷിക്കേണ്ടുന്ന മാസങ്ങളാണ് ഈ പവിത്രമായ 4 മാസങ്ങൾ. അങ്ങനെയുള്ള ഒരു മാസത്തിലാണ് നമ്മൾ ഉള്ളത്. മുഹറം. പാപങ്ങൾ ചെയ്താൽ അതിന് ഇരട്ടി ശിക്ഷയുണ്ടാകും, നന്മകൾ ചെയ്താൽ ഇരട്ടിക്ക് പ്രതിഫലങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും മാസങ്ങളെപ്പോലെ അല്ലെങ്കിൽ ദിവസങ്ങളെപ്പോലെ കാണേണ്ടവരല്ല മുഹറം എന്ന പവിത്രമായ മാസത്തെ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഷഹ്റുല്ലാഹിൽ മുഹറം എന്നാണ് മുഹറം മാസത്തെ അള്ളാഹുവിന്റെ റസൂൽ വിശേഷിപ്പിച്ചത്. ഷഹ്റുല്ലാഹ്, അള്ളാഹുവിന്റെ മാസമാണ് അൽ മുഹറം. മുഹറം എന്നുള്ളത് അള്ളാഹു അവന്റെ നാമത്തിലേക്ക് ചേർത്തൊരു കാര്യം പറയുമ്പോൾ അതിന്റെ ബഹുമാനമാണ് അത് സൂചിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ പള്ളികൾക്ക് ബൈത്തുല്ലാഹ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? മറ്റു ഭവനങ്ങളെ അപേക്ഷിച്ച് ഇതിന് പവിത്രതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഷഹ്റുല്ലാഹ് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ മാസം. എല്ലാം അള്ളാഹുവിന്റെ മാസം തന്നെയല്ലേ? പിന്നെ എന്തുകൊണ്ട് മുഹറമിലേക്ക് അത് ചേർത്ത് പറഞ്ഞു? അതിന്റെ പവിത്രതയും അതിന്റെ മഹത്വവും നമ്മൾ കൃത്യമായി മനസ്സിലാക്കുവാൻ വേണ്ടി തന്നെയാണത്. അതുകൊണ്ട് തന്നെ ആ മാസത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ളലുസ് സിയാമി ബഅദ റമളാൻ ശഹ്റുല്ലാഹിൽ മുഹറം വഅഫ്ളലുസ് സ്വലാത്തി ബഅദൽ ഫരീള സ്വലാത്തുൽ ലൈൽ. റമളാനിലെ വ്രതാനുഷ്ഠാനം കഴിച്ചാൽ ഏറ്റവും ശ്രേഷ്ഠകരമായ നോമ്പ് മുഹറമിലെ, അള്ളാഹുവിന്റെ മാസമായ മുഹറമിലെ നോമ്പാകുന്നു. നിസ്കാരങ്ങളിൽ നിർബന്ധ നമസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം സ്വലാത്തുൽ ലൈലി, രാത്രി നമസ്കാരമാകുന്നു എന്ന മഹാനായ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സ്വഹീഹായ ഹദീസുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പൊ ഇവിടെ നമുക്കൊരു സംശയമുണ്ടാകും, മുഹറത്തിൽ നോമ്പെടുക്കേണ്ടതിന്റെ സ്ഥിതി എന്താണ് അതുമായി ബന്ധപ്പെട്ട കാര്യം എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. ഒരു മാസവും അള്ളാഹുവിന്റെ റസൂൽ പരിപൂർണമായി നോമ്പെടുത്തിട്ടില്ല റമദാൻ അല്ലാതെ. എന്നാൽ മുഹറമിലോ ചില ആളുകൾക്കൊരു ധാരണയുണ്ട്, 1 മുതൽ 10 വരെ പ്രത്യേകം നോമ്പെടുക്കൽ സുന്നത്തുണ്ട് എന്ന്. അങ്ങനെ ഒരു പ്രത്യേക സുന്നത്തില്ല. അതേ അവസരത്തിൽ അള്ളാഹുവിന്റെ മാസമായ മുഹറം എന്ന നിലക്ക് ഈ മാസത്തിൽ കൂടുതൽ നോമ്പുകൾ എടുക്കാം.
അത് 1 മുതൽ 10 എന്ന കണക്കില്ല. ഈ മാസം അവസാനിക്കുന്നതിന്റെ ഇടക്ക് ഇതിൽ വരുന്ന തിങ്കളുകൾ മറ്റു മാസങ്ങളെക്കാൾ പ്രാധാന്യമുണ്ട്. ഇതിൽ വരുന്ന വ്യാഴാഴ്ച നോമ്പുകൾ മറ്റു മാസങ്ങളെക്കാൾ പ്രത്യേകതയുണ്ട്. ഇതിൽ വരുന്ന 13, 14, 15 ദിവസത്തെ നോമ്പുകൾ മറ്റു മാസങ്ങളെക്കാൾ പ്രത്യേകതയുണ്ട്. അതേപോലെ തന്നെ മുഹറം 9 താസുആ പ്രത്യേകം സുന്നത്തുള്ള നോമ്പിന്റെ ദിവസമാണ്. മുഹറം 10 ആശൂറാ അത് ഏറ്റവും പ്രാധാന്യമുള്ള ശ്രേഷ്ഠതയുള്ള വ്രതാനുഷ്ഠാനമാണ്. ഇതാണ് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഇനി സഹോദരന്മാരെ, ഇത്രത്തോളം പവിത്രതയുള്ള ഈ ഒരു മാസത്തെ ഭയപ്പാടോടുകൂടി കാണുന്ന ആളുകളുണ്ട് നമ്മുടെയൊക്കെ നാടുകളിൽ. മാസം മുഹറമാസം എന്ന് കേൾക്കുമ്പോഴേക്ക് തന്നെ പലർക്കും പേടിയാണ്. മുഹറമാസം മറഞ്ഞു കണ്ടാൽ ആ വർഷം മുഴുവനും ആപത്തും മാറാവ്യാധികളും തീർന്നു പോവുകയില്ല എന്ന് പ്രചരിപ്പിച്ചിട്ടുള്ള അന്ധവിശ്വാസികളുണ്ട്. മുഹറമാസം മറഞ്ഞു കണ്ടാൽ മറഞ്ഞ ഭാഗം കാണില്ല എന്നുള്ളതല്ലാതെ യാതൊന്നും ഇവിടെ സംഭവിക്കാനില്ല. ആ അന്ധവിശ്വാസത്തെ നമ്മൾ നാട് കടത്തിയതാണ്. പലരും അത് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കണം, മുഹറം എല്ലാവർക്കും പേടി എന്ന് പറയാൻ കാരണം, ഒരു കച്ചവടം തുടങ്ങുകയാണെങ്കിൽ, ഒരു വാഹനം നടുറോട്ടിലേക്ക് ഇറക്കുകയാണെങ്കിൽ, വിവാഹം നിശ്ചയിക്കുകയാണെങ്കിൽ, വീട് താമസമാക്കുകയാണെങ്കിലൊക്കെ എല്ലാവരും പറയും മുഹറം 10 കഴിഞ്ഞോട്ടെ, മുഹറം 10 കഴിഞ്ഞോട്ടെ. എന്താ പേടിയാണ്. മുഹറം 1 മുതൽ 10 വരെ നഹ്സാണ് എന്നാണ് പല പഞ്ചാംഗങ്ങളിലും അറബി കലണ്ടറുകളിലും. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള പല മുസ്ലിയാക്കന്മാരുടെ സ്ഥാപനങ്ങളുടെ കലണ്ടറുകളിലും മുഹറം മാസത്തിൽ എന്ന് മാത്രമല്ല അറബി മാസങ്ങളിലെ 12 മാസങ്ങളിൽ പലതിനെയും നഹസ് എന്ന മുദ്ര കുത്തി മാറ്റിവെച്ചിരിക്കുകയാണ്. എന്താണ് നഹസ് എന്ന് പറഞ്ഞാൽ? ദുഷിച്ച ദിനം, ദുർദിനം എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ദിവസങ്ങളെയും മാസങ്ങളെയും ഒക്കെ സൃഷ്ടിച്ചത്. സമയത്തെയും കാലത്തെയും സൃഷ്ടിച്ചവനായ അള്ളാഹുവിനെ ചീത്ത പറയുന്നതിന് സമാനമാണ് ഏതെങ്കിലും ഒരു ദിവസത്തെ അത് മോശപ്പെട്ട ദിവസമാണെന്ന് പറയൽ. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ചീത്ത പറയുന്നതിന് സമാനമാണ് ഇതേപോലെയുള്ള നഹസിന്റെ വിശ്വാസം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പലർക്കും പേടി, 1 മുതൽ 10ന്റെ ഇടയ്ക്ക് കല്യാണം നടത്തിയാൽ അത് പിന്നെ തലാഖിലേ എത്തൂ. പല വിധത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ മാറ്റണം. അങ്ങനെ ഒരു മാസത്തെ സംബന്ധിച്ച് നമ്മൾ വിചാരിക്കുവാനോ ഒരു ദിവസത്തെ സംബന്ധിച്ച് അങ്ങനെ ചിന്തിക്കുവാനോ പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല, ഒരുപാട് വിജയങ്ങൾ മുസ്ലിം ലോകത്തിന് ലഭിച്ച മാസമാണ് മുഹറം മാസം. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഫറോവയുടെ ദുർഭരണത്തിൽ നിന്ന്, അവന്റേതായ പീഡനങ്ങളിൽ നിന്ന്, ശിർക്കിന്റെ പ്രചരണത്തിന് കൂട്ടുനിന്നില്ല എന്നതിന്റെ പേരിൽ മൂസാ നബി അലൈഹിസ്സലാമിനെയും അനുയായികളെയും ചെങ്കടൽ കടത്തി രക്ഷപ്പെടുത്തിയ ദിവസമായിരുന്നു മുഹറം 10. അന്ന് മുസ്ലിമീങ്ങൾ നോമ്പനുഷ്ഠിക്കുന്നു. അതുകൊണ്ടാണ് നോമ്പ് അനുഷ്ഠിക്കുന്നത്. അതിന് ആദര സൂചകമായി കൊണ്ട് മുത്തു മുസ്തഫ പഠിപ്പിച്ചിരുന്നതാണ് മുഹറം 10ലെ നോമ്പ്. അതല്ലാതെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മരണത്തിന്റെ പേരിലല്ല മുഹറം 10ന്റെ നോമ്പ് നമ്മൾ എടുക്കുന്നത്. ചില റേഡിയോ സ്റ്റേഷനുകളിലൊക്കെ മുമ്പ് കാലത്ത് സ്ഥിരമായി കേട്ടിരുന്ന ഒരു പ്രഖ്യാപനമുണ്ടായിരുന്നു, ഇന്ന് മുഹറം 10. മഹാനായ പ്രവാചകന്റെ പൗത്രൻ ഹുസൈൻ എന്നവർ കർബലയിൽ കൊല്ലപ്പെട്ടതിന്റെ ഓർമ്മ പുതുക്കുവാനാണ് മുസ്ലിമീങ്ങൾ മുഹറം 10 ആചരിക്കുന്നത് എന്നുള്ള വിഡ്ഢിത്തം, വിവരക്കേട് പലരും പ്രക്ഷേപണം ചെയ്തിരുന്നു ഒരു കാലഘട്ടത്തിൽ. ഇന്നും അങ്ങനെ വിശ്വസിക്കുന്ന ആളുകളുണ്ട്. മുഹറം 10 കർബലയിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഷഹീദായതിന്റെ ഓർമ്മയ്ക്കാണ് നോമ്പെടുക്കുന്നത് എന്ന്. ഒരിക്കലും അല്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അക്കാലഘട്ടത്തിൽ തന്നെ പഠിപ്പിച്ചതാണ് മുഹറം 10ലെ നോമ്പ്. അള്ളാഹുവിന്റെ റസൂലിന്റെയും കാലശേഷം ഹിജ്റ 61 കർബലയിൽ വെച്ച് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരക്കിടാവ്, നമ്മൾ ജീവന് തുല്യം സ്നേഹിക്കുന്ന മുത്ത മുസ്തഫായുടെ പേരമകൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ടത്. അതൊരു കറുത്ത അധ്യായം തന്നെയായിരുന്നു. അത് ചരിത്രത്തിലേറ്റ ഒരു പരാജയത്തിന്റെ, എല്ലാം വിജയങ്ങളുടെ ചരിത്രമാണെങ്കിൽ അതൊരു പരാജയത്തിന്റെ കറുത്ത പുള്ളി തന്നെയായിരുന്നു. പക്ഷേ അതിന്റെ പേരിൽ ആ ദിവസത്തെ മോശമായി കാണാനോ അല്ലെങ്കിൽ മുഹറം 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളെ ദുർദിനങ്ങളായി, ദുഷിച്ച ദിനങ്ങളായി കാണുവാനോ അഹ്ലുസുന്ന പഠിപ്പിക്കുന്നില്ല. ആ വിശ്വാസം ഇവിടെ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്നത് ഷിയാക്കളാണ്. ഷിയാക്കളുടെ വിശ്വാസമാണ് മുഹറം ആകെ വിഷമം പിടിച്ച ദിവസമാണെന്ന്. അതുകൊണ്ട് അവർ മുഹറത്തിന്റെ ആദ്യ നാളുകളിൽ മുഹറം 10-നുമൊക്കെ അവർ മാറത്തടിക്കും, കവളത്തടിക്കും, വസ്ത്രം വലിച്ചു കീറും, ചങ്ങല കൊണ്ടും കത്തികൾ കൊണ്ടും ശരീരത്തിൽ മുറിവാക്കി നടുറോട്ടിലൂടെ രക്തം ചീറ്റും, ദുഃഖത്തിന്റെ ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് അവർ പൊട്ടിക്കരയും.
മുത്ത മുസ്തഫ പഠിപ്പിച്ചിട്ടില്ലാത്ത കള്ള ഹദീസുകൾ ഉരുവിട്ടുകൊണ്ട് അവർ വല്ലാതെ നിലവിളിച്ച് കരയും. ഈ രൂപത്തിലൊക്കെയുള്ള ദുരാചാരങ്ങൾ ഷിയാക്കളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മുടെ കേരളത്തിലേക്കും ഷിയായിസം വല്ലാതെ കടന്നു വരുന്നുണ്ട് എന്നുള്ളത് ജാഗ്രതയോടുകൂടി നമ്മൾ കാണണം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, മുഹറമിനെ സംബന്ധിച്ചുള്ള ഈ അന്ധവിശ്വാസങ്ങളും അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ലാത്ത നിലക്കുള്ള അതിനെ വിലയിരുത്തലും ഒരു മുസ്ലിമിന് ഒരിക്കലും യോജിക്കാത്ത കാര്യമാണ് എന്ന് വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഈ ദിവസങ്ങളിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചല്ലോ, ഫലാ തദ്ലിമു ഫീഹിന്ന അൻഫുസകും, നിങ്ങൾ നിങ്ങളോട് ഒരു ദ്രോഹവും ചെയ്യരുത് ഈ മാസത്തിൽ എന്നാണ്. ഒരു മാസത്തിലും നമുക്ക് നമ്മളോട് ദ്രോഹം ചെയ്യാൻ പാടില്ല. കുറ്റങ്ങൾക്ക് അത് വർദ്ധിച്ച തോതിലുള്ള ശിക്ഷയുണ്ടാകും. കാരണം പവിത്രമായ അള്ളാഹു ആദരിച്ച പവിത്രമായ സ്ഥലങ്ങളുണ്ട്, പവിത്രമായ ദിവസങ്ങളുണ്ട്, പവിത്രമായ സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ നന്മകൾ ചെയ്യുമ്പോൾ പ്രത്യേകതയുണ്ട്. അതുകൊണ്ടല്ലേ ഹറമിൽ വെച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അത് അള്ളാഹു ആദരിച്ച പവിത്രമായ സ്ഥലമാണ്. അത് മറ്റു സ്ഥലങ്ങളെ പോലെയല്ല. അതേപോലെ പവിത്രമായ ദിനങ്ങൾ, പവിത്രമായ മാസങ്ങൾ, അതൊക്കെ മറ്റു മാസങ്ങളെ പോലെ അവഗണിക്കേണ്ടതല്ല. നന്മകൾ അധികരിപ്പിക്കുവാൻ, തിന്മകൾ വരാതെ നോക്കുവാൻ മാസത്തിന്റെ തുടക്കത്തിലെ നമ്മുടെ ദുആയിൽ പറഞ്ഞില്ലേ, ബിൽ അംനി വൽ ഈമാനി വസ്സലാമതി വൽ ഇസ്ലാം എന്ന്. ആ സലാമത്തും ഇസ്ലാമും ഈമാനും ഒക്കെ നിലനിൽക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ ധാരാളമായി മുഹറമിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. പാപങ്ങൾ ഒന്നും വരാതെ നോക്കണം. ഏറ്റവും വലിയ വൻപാപമായ ശിർക്കിനെ, മാരകമായ ശിർക്ക്, അതിനെ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗൗരവത്തോടുകൂടെ പഠിപ്പിച്ച കാര്യമാണ്. അള്ളാഹുവിന്റെ റസൂല് വഫാത്താകുന്ന നാളിൽ പോലും പറഞ്ഞ കാര്യമാണ്. നിങ്ങൾ യഹൂദികളെ പോലെ നസറാനികളെ പോലെ നിങ്ങളായി പോകരുത്. അവരുടെ പുണ്യാത്മാക്കളും നബിമാരും ഒക്കെ മരണപ്പെട്ടാൽ അവരുടെ ഖബറുകളെ അവർ ആരാധനാലയങ്ങളാക്കി മാറ്റിയിരുന്നു എന്ന് അള്ളാഹുവിന്റെ റസൂല് ഖബറിന്റെ ഉയരം പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാമിലെ ഖബർ, ഏതൊരു മുസ്ലിമായ വ്യക്തിയും മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ഖബർ ഒരു ചാണിലപ്പുറം ഉയർത്താൻ പാടില്ല. അത് നബിമാരുടേതാണെങ്കിലും ശുഹദാക്കളുടേതാണെങ്കിലും വലിയൻ്റെതാണെങ്കിലും ആരുടേതാണെങ്കിലും ഭൂമിയുടെ സമനിലത്തിൽ നിന്ന് ഒരു ചാണിലപ്പുറം ഒരു ഖബറും ഉയർത്തപ്പെടാൻ പാടില്ല എന്നുള്ളത് ഇസ്ലാമിന്റെ നിയമമാണ്. മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബർ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ, ആ മൂന്ന് ഖബറുകളും ഒരേ സ്ഥലത്താണുള്ളത്. ഒരു ചാണിലപ്പുറം ആ ഖബറുകളൊന്നും ഉയർത്തപ്പെട്ടിട്ടില്ല എന്ന് ആ ഖബറുകൾ കണ്ടിട്ടുള്ള പൂർവീകരായ സഹാബിമാരെ കണ്ട താബിഈങ്ങളൊക്കെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയത് ഗ്രന്ഥങ്ങളിൽ നമുക്ക് വായിക്കുവാനും പകർത്തി എഴുതുവാനും സാധിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവമാണ് ഇസ്ലാം. ശിർക്കിനെതിരെ ഇസ്ലാം ഗൗരവത്തോടുകൂടെ പറഞ്ഞു. അല്ലാഹുവല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ, റബ്ബല്ലാത്തവരോട് സങ്കടം പറഞ്ഞുകൊണ്ട് അവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്ന ആളുകൾ അവരുടേതായ ഖബറുകളെ പോയി മുത്തുകയും തടവുകയും അതിന്മേൽ പട്ടുമൂടുകയും അവരെ ആദരിച്ചുകൊണ്ട് അവരിൽ നിന്ന് പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് അവിടെ വിളക്ക് കൊളുത്തുകയും ജാറം മൂടുകയും അവിടെയുള്ള കാണിക്കപ്പെട്ടിയിൽ നാണയത്തൊട്ടുകൾ ഇടുകയും അങ്ങോട്ട് പഴക്കുലകളും അതുപോലെ തന്നെ പച്ചക്കറികളും മൃഗസമ്പത്തിൽ നിന്ന് പല വിഹിതങ്ങളുമൊക്കെ അങ്ങോട്ട് നേർച്ചയും കാണിക്കയുമായി സമർപ്പിക്കലും തുടങ്ങി 100 കൂട്ടം ദുരാചാരങ്ങളിൽ നിന്ന് മഖ്ബറകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുകയാണ്. ഈ മാസത്തിൽ നമ്മൾ ആലോചിക്കണം, ഒരു പുതിയ വർഷത്തിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ഈമാൻ അത് സുരക്ഷിതമായി നിലനിൽക്കണം. നമ്മൾ വിശുദ്ധ ഖുർആനിനെ പഠിക്കണം, അള്ളാഹുവിനെ അറിയണം, അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കണം. അവിടുന്ന് പഠിപ്പിച്ചതുപോലെ ജീവിതത്തിന്റെ A മുതൽ Z വരെ നമ്മൾ ക്രമീകരിക്കണം. എനിക്കിഷ്ടമുള്ളത് ഇസ്ലാമിൽ ഞാൻ സ്വീകരിക്കും, എനിക്ക് താല്പര്യമില്ലാത്ത ഇസ്ലാമിന്റെ നിയമങ്ങളെ ഞാൻ തള്ളിക്കളയും എന്നുള്ള ഇരട്ടത്താപ്പ് ഒരു യഥാർത്ഥ വിശ്വാസിക്കൊരിക്കലും യോജിച്ചതല്ല. അത് പിഴച്ചുപോയവരുടെയും അഭിശപ്തരായ ആളുകളുടെയും സ്വഭാവമാണെന്നാണ് ഖുർആൻ പറയുന്നത്. അവരിൽ എന്നെ ഉൾപ്പെടുത്തല്ലേ എന്നാണ് ദിനവും 17 തവണ നമ്മൾ അള്ളാഹുവിനോട് ഫാത്തിഹ സൂറത്തിന്റെ അവസാനത്തിൽ തേടിക്കൊണ്ടിരിക്കുന്നത്. ആ തേട്ടത്തിൽ നമുക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹു അനുഗ്രഹിച്ചവരുടെ പാതയിൽ നീ ഞങ്ങളെ ചേർക്കണേ എന്ന് പറയുന്ന ആ ദുആക്ക് അനുഗുണമായ നിലക്ക് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും ക്രമീകരിക്കലാണ്, ശുദ്ധീകരിക്കലാണ്, ശ്രദ്ധിക്കലാണ്. ഇതാണ് നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ പ്രത്യേകം ഓർക്കേണ്ടത് എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല
എല്ലാ അർത്ഥത്തിലും ഈമാനികമായ സ്ഥിരത എന്നും നിലനിർത്തിക്കൊണ്ട് റബ്ബിനെ സ്നേഹിക്കുന്ന, അവന്റെ റസൂലിനെ സ്നേഹിക്കുന്ന, ഇസ്ലാമിക ചിഹ്നങ്ങളെ ആദരിക്കുന്ന നല്ലവരിൽ ഉൾപ്പെടുത്തി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.